എറണാകുളം ചെക്കിങ്ങിലെ കൂട്ടയടിയിൽ മാനേജരെ പിരിച്ചുവിട്ടു എന്ന് വാർത്ത വരുന്നുണ്ട്. എറണാകുളം MG റോഡിൽ വിദ്യാർത്ഥികളുമായുള്ള സംഘർഷത്തിന് പിന്നാലെയാണ് ചെക്കിംഗ് മാനേജരെ പിരിച്ചുവിട്ടത്. ഒരു തരത്തിലുള്ള അക്രമത്തെയും പ്രോത്സാഹിപ്പിക്കില്ലെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ലാൽകൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ്. പറയൂ ലാൽകൃഷ്ണൻ. ലാൽകൃഷ്ണൻ പറയൂ, ഈ മാനേജരെ പിരിച്ചുവിട്ടു എന്നുള്ള വിവരം ലഭിച്ചു. മാത്രമല്ല, ഈ സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞുപോയി എന്ന് പരാതിപ്പെട്ട വിദ്യാർത്ഥികളോടാണ് അദ്ദേഹം അടുക്കളയിൽ കയറി കത്തിയെടുത്തുകൊണ്ട് വന്നത്. പറയൂ. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ചെക്കിങ്ങിൻ്റെ ഒരു ഔട്ട്ലെറ്റിലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെക്കിങ്ങിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരുന്നത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് സ്ഥാപനത്തിൽ ഇത്തരത്തിലല്ല, ഓരോ കസ്റ്റമറോടും അവർക്ക് വേണ്ട രീതിയിൽ, കസ്റ്റമറാണ് രാജാവ്, ആ രാജാവിന് വേണ്ട രീതിയിൽ തന്നെ പെരുമാറുക എന്നുള്ളതാണ് ചെക്കിങ്ങിൻ്റെ പോളിസി. ആ പോളിസിക്ക് വിരുദ്ധമായിട്ടാണ് അവിടെ ഒരു ഷോറൂമിൽ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കർശനമായ നടപടിയെടുക്കുകയാണ് ചെക്കിംഗ് എന്നാണ് പറയുന്നത്. സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് മാത്രമല്ല, ഈ അന്വേഷണവുമായിട്ട് എല്ലാ വിധത്തിലും സഹകരിക്കും എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. തങ്ങളുടെ പോളിസി എന്ന് പറയുന്നത് വയലൻസിനെതിരായിട്ട് തന്നെയാണ്, അത് സീറോ വയലൻസ് എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ മാനേജർ ഇത്തരത്തിൽ പ്രവർത്തിച്ചതെന്ന് അറിയില്ല, പക്ഷേ അത് തീർത്തും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംഭവത്തെ ന്യായീകരിക്കുകയല്ല, മാനേജറെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചെക്കിങ്ങിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് വരുന്നത്. ഒരു പുതുവത്സര സമ്മാനം എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അത്തരത്തിൽ സംഭവം നടക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടപടി എടുക്കും എന്ന കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ ചെക്കിംഗ് അറിയിച്ചിരുന്നു. കാരണം വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായതാണ്. പക്ഷേ ഏത് ഔട്ട്ലെറ്റിലാണ്, എവിടെയാണ് സംഭവം നടന്നത് എന്നൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധ നേടിയ ഒരു സംഭവം എന്ന രീതിയിൽ മാത്രമേ ചെക്കിങ്ങിനെ വിശദീകരിക്കുന്നുള്ളൂ. ഈ അക്രമത്തിന് ശേഷം ഈ അപകടം പറ്റിയ മാനേജർ, അദ്ദേഹത്തിൻ്റെ പേര് ജോഷുവ എന്നാണ്. ജോഷുവ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജോഷുവയുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം നമ്മൾ തേടിയെങ്കിലും അത് ഇതുവരെ ലഭ്യമായിട്ടില്ല. മാത്രമല്ല, കുട്ടികളടക്കമുള്ള ആളുകൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യം പോലീസും ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. കാരണം അത്തരം ഒരു അക്രമ സംഭവം നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസും പറയുന്നത്. നിയമപരമായ നടപടികളിലേക്ക് കടക്കണമായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ നിലപാട്. ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ആദ്യം പോലീസിനെ വിളിക്കാമായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, കുട്ടികളോട് കയർക്കുന്ന ഈ മാനേജർ തൊട്ട് പിന്നാലെ ഷർട്ടെല്ലാം വലിച്ച് പുറത്തു ഒരു ഷോറൂമിന് പുറത്ത് പോയി, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ വാള കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്നത്. അവരുടെ ജ്യേഷ്ഠന്മാരെത്തിയ ശേഷം ഒരു കത്തിയും എടുത്തുകൊണ്ടാണ് ഇവരെ നേരിടാൻ വേണ്ടിയിട്ട് ഈ മാനേജർ പോവുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള വളരെ വികലമായ രീതിയിൽ വയലൻസോട് കൂടി തന്നെ, അക്രമ സ്വഭാവത്തോടു കൂടി തന്നെ ഒരു കസ്റ്റമറെ നേരിട്ടത് ഏത് സാഹചര്യത്തിലാണ് എന്ന് തങ്ങൾക്കറിയില്ല, തങ്ങളോട് ക്ഷമിക്കണം. ഇത്തരം സംഭവങ്ങൾ ഇനി ഒരു ഷോറൂമിലും ഉണ്ടാകില്ല എന്നുറപ്പിച്ചുകൊണ്ടാണ് നിലവിൽ ചെക്കിങ് ഈ വിഷയത്തിൽ ഔദ്യോഗികമായ വിശദീകരണം നൽകുന്നതും കർശനമായ നടപടിയെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും പോലീസും നടപടി അവസാനിപ്പിച്ചിട്ടില്ല. ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. 4 കുട്ടികളടക്കമുള്ള ആളുകളെ പ്രതി ചേർത്തുകൊണ്ട് നിയമ നടപടി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സെൻട്രൽ പോലീസും അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.